വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ പലപ്പോഴും ഒരു ഹോട്ടലിലൊക്കെ പോയി ചില ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഒരു ഡിഷ് വീട്ടിലുണ്ടാക്കി എങ്ങനെ ഉണ്ടാവുമെന്ന് ആലോചിക്കാറില്ലേ? അതുപോലത്തെ ഒരു ഡിഷാണ് ഇന്നത്തെ ഐറ്റം കേട്ടോ. ബാർബിക്യൂ നേഷന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡിഷാണ് കാജിൻ പൊട്ടറ്റോസ്. അത് നമ്മൾക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് കുറച്ച് പേരൊക്കെ ഞാനിട്ട റെസിപ്പീസ് കണ്ടിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തന്നിരുന്നു അവരുണ്ടാക്കിയതിന്റെ. അതിനൊക്കെ വലിയൊരു താങ്ക്സ്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പ്രചോദനം തന്നെയാണ് ഇനിയും ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പുതിയതായി കാണുന്ന വല്ലവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ആ സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. അതിലുള്ള ഓൾ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇനി നമുക്ക് കാജൻ പൊട്ടറ്റോ ഉണ്ടാക്കിയാലോ? കാജൻ പൊട്ടറ്റോ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഉപ്പിട്ട് വേവിച്ച പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഒറിഗാനോ എടുത്തിട്ട് കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ഇതിനെ നന്നായി ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ആക്ച്വലി ബേബി പൊട്ടറ്റോ ആണ് വേണ്ടത്. എനിക്ക് ബേബി പൊട്ടറ്റോ അവൈലബിൾ അല്ല. ഇനി അതിനെ നമുക്ക് ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് എടുക്കാം. ബേബി പൊട്ടറ്റോ ആണെങ്കിൽ വിത്ത് സ്കിന്നാണ് കുക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുകയും കൂടി വേണം, ഉരുട്ടിയിട്ട്. അതുപോലെ ബേബി പൊട്ടറ്റോ ആണെങ്കിൽ അതിന്റെ നടുവിലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഇതുപോലെ മറ്റുള്ളത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ ബാറ്ററാണ് റെഡിയാക്കേണ്ടത്. നമുക്കിനി ബാറ്റർ റെഡിയാക്കാം. ബാറ്റർ റെഡിയാക്കാനായിട്ട് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഇടുന്നത്. കോൺഫ്ലോർ ആണ് ഇതിൽ കൂടുതൽ വേണ്ടത്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒരു കോട്ടിംഗ് പോലെ വേണ്ടു. ഇതിൽ പൊതുവെ ഫ്ലേവേഴ്സ് ഒന്നും ആഡ് ചെയ്യില്ല. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ പൊട്ടറ്റോയിൽ പൊതുവെ ഫ്ലേവേഴ്സ് ഒന്നും തന്നെ ഈ കാജൻ പൊട്ടറ്റോയിൽ ഉണ്ടാവില്ല. അതിന്റെ മുകളിൽ ഒഴിക്കുന്ന സോസിലാണ് ഉണ്ടാവുക കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് തിക്കല്ലാതെ എന്നാൽ ഒരുപാട് തിങ്ങുമല്ലാത്ത ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. ഇത് ജസ്റ്റ് ഈ പൊട്ടറ്റോയിലൊന്ന് കോട്ട് ചെയ്യാനേ പാടുള്ളൂ കേട്ടോ. ഒരുപാട് തിക്കാവരുത് അതിന്റെ ബാറ്റർ. ഇതാ ഈ കൺസിസ്റ്റൻസിയിൽ. ഇനി നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം. ഞാൻ ഇത് ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാലോ ഫ്രൈയും ചെയ്യാം. പാനിൽ ഷാലോ ഫ്രൈ ചെയ്യണമെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റീസ് നിങ്ങൾക്ക് ഒന്നിച്ചുണ്ടാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് മുക്കി ആ ബാറ്ററിൽ ഒന്ന് മുക്കിയിട്ട് നമുക്കിതിലേക്ക് ഇടാം. ഇത് പെട്ടെന്ന് തന്നെ കുക്കാവും. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ഇതിന് ആ കാജൻ പൊട്ടറ്റോന്റെ മുകളിലുള്ള സോസിനാണ് ഏറ്റവും കൂടുതൽ ഇതിന് ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കൊടുക്കുന്നത് കേട്ടോ. ഇതിനെ നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. ഇത് തമ്മിലൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും. ഇതൊരിക്കലും ഗോൾഡൻ കളറിലല്ല ആവുക, ഇത് വൈറ്റ് കളറിൽ തന്നെ ആവുകയുള്ളൂ. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മറ്റുള്ളതും ഉണ്ടാക്കിയെടുക്കാം. നമുക്കിനി സോസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് സോസ് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് മയണീസ് ആണ് എടുത്തിരിക്കുന്നത്. ഞാനിത് ഹോം മെയ്ഡ് മയണീസ് ആണ്. ഇതിന്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടിക്ക് കുറച്ച് എരിവുണ്ട്, അതുകൊണ്ട് 1/2 ടീസ്പൂണേ ആദ്യം ഇടുന്നുള്ളൂ. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ ഒനിയൻ പൗഡർ. ഈ ഒനിയൻ പൗഡറും ഗാർലിക് പൗഡറും ഒന്നും കൂടുതലാവരുത്. കുറച്ച് ഒറിഗാനോവും കൂടി നമുക്ക് മിക്സ് ചെയ്യാം. ഒനിയനും ഗാർലിക്കും ഒക്കെ കൂടുതലായ ഭയങ്കര ഒരു കുത്തുന്നൊരു ടേസ്റ്റ് വരും കേട്ടോ. അതുകൊണ്ട് അതിന്റെ ക്വാണ്ടിറ്റി ഒന്ന് ശ്രദ്ധിക്കണം. നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. അതായത് ഇത്രയും തിക്കായിട്ടുള്ള സോസിലെല്ലാം നമ്മൾ ഈ കാജൻ പൊട്ടറ്റോ കഴിക്കുക. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം തിക്നെസ്സിലേക്ക് ഇതിനെ നമ്മൾ പാലൊഴിച്ചിട്ട് ആവശ്യത്തിന് കുറച്ചായി പാലൊഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യാം. എനിക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അതുപോലെ എരിവ് കുറവായിരുന്നു. 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി ഉപയോഗിക്കാം കേട്ടോ. ആദ്യം തന്നെ വേണമെങ്കിൽ മുളക് പൊടി കൂടുതൽ വേണ്ടവർക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. കാശ്മീരി ചില്ലി ആണെങ്കിൽ നല്ലൊരു കളറും കൂടി കിട്ടും. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് സോസ്. ഇനി നമുക്കിതിനെ സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫ്രൈഡ് പൊട്ടറ്റോസ്. അതിനെ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് വെക്കാം. ഇതിനെ എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത് അത് കാണുന്നത് തന്നെ ഭയങ്കര കഴിക്കാൻ ഒരു ടെംപ്റ്റിംഗ് ആയിട്ടാണ് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ആ സോസിനെ ഓരോന്നിന്റെയും മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ കുറച്ച് ഫ്ലോയി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തിക്ക് വേണ്ടവര് കുറച്ച് പാലൊഴിക്കുന്നത് കുറച്ചാൽ മതി. ഇവിടെ കുറച്ച് ഫ്ലോയി ആയിട്ട് കഴിക്കാനാണ് കുട്ടികൾക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് കുറച്ച് തിന്നാക്കിയത് കേട്ടോ.
ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഒനിയനും നമ്മുടെ ചാറ്റിലൊക്കെ ഇടുന്ന പോലെ മുകളിലൂടെ കുറച്ച് ഒനിയനൊക്കെ ഇട്ട് കൊടുക്കാം, ചോപ്പ് ചെയ്തിട്ട്. ഇനി കുറച്ച് നമ്മുടെ മല്ലിയിലയും കൂടി ഒന്ന് തൂവി കൊടുക്കാം. ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കൂടി ഭയങ്കര ടേസ്റ്റ് ആട്ടോ സംഭവം. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ലുക്ക് കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റും ലുക്കുമാണ് കേട്ടോ ഇതിന്. അതുപോലെ തന്നെ ഈ പൊട്ടറ്റോയിലേക്ക് ഈ സോസും ബാക്കിയുള്ളതൊക്കെ ഇറങ്ങിയിട്ട് അതിനൊരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പാപ്രിക്ക പൗഡർ കുറച്ചൊരു മധുരമുള്ളൊരു സാധനമാണ് കേട്ടോ, അതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ ഒക്കെ കൂടി സൂപ്പർ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെ വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. താങ്ക് യു.